ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ്. മെയിൻ റോഡിൽ നിന്ന്, അതായത് ബസ് റൂട്ടിൽ നിന്നും വെറും 200 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നടന്നു പോയി ബസ് കയറാവുന്ന ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ എലിവേഷൻ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടു. നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാവുന്ന ഒരു വീടാണ്. അത്ര വലിയ റേറ്റ് ഒന്നുമല്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു 3 ബെഡ്റൂം വീട് സ്വന്തമാക്കണമെങ്കിൽ മിനിമം എത്ര രൂപ കൊടുക്കണമെന്നുള്ളത്. അത് ബസ് റൂട്ടിനടുത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയൊരു വീടാകുമ്പോൾ കുറച്ചെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യാതെ പറ്റില്ല. എങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുന്ന ബഡ്ജറ്റിനേക്കാൾ വളരെ കുറവാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ മാർബിൾ ഹോംസിന്റെ വീഡിയോ തുറന്ന് നോക്കിയില്ലേ, ഈ ഒരു വീടിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്ന് തോന്നിയില്ലേ, ആ നിമിഷം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വീട് വാങ്ങിക്കാൻ സമയമായി എന്നതിനുള്ള തെളിവാണ്. അതുകൊണ്ട് മാർബിൾ ഹോംസിന്റെ വീഡിയോസ് പതിവായിട്ട് കാണുക. എലിവേഷൻ നിങ്ങൾ കണ്ടു. നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഞാൻ പറയുമ്പോഴേക്കും നമുക്ക് ഒന്നും കൂടി ഇവിടുത്തെ റോഡ് കാര്യങ്ങൾ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് നോക്കുവാണെങ്കിൽ വെറും 13 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ പോകണമെങ്കിൽ ഇവിടെ അടുത്ത് ആലുവ റെയിൽവേ സ്റ്റേഷനാണ്. വെറും 6 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 14 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് നമുക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. വെറും 18 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഒരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 8ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്തൂടെ പോകുന്ന റോഡെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ള എല്ലാ വീടുകളിലും ആളുകൾ താമസമായതാണ്. ഈ ഒരു വീട് കൂടെയാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പണി കഴിഞ്ഞ് സെയിലിനായിട്ട് റെഡിയായി നിൽക്കുന്നത്. ഇതിന്റെ മതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വൈറ്റ് കളർ പെയിന്റ് ആണ്. മിഡിൽ പോർഷനിൽ ഒരു സ്ക്വയർ പീസിനകത്ത് ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. അതിനകത്ത് 2 സ്പോട്ട് ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. മതിലിന്റെ മെയിൻ 2 പില്ലറുകൾ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും മറ്റേ സൈഡ് വന്നിട്ട് ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലുമാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റ് കൂടാതെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡും കൂടെ ബോർഡറുകളിൽ വന്നിട്ടുണ്ട്. ടെക്സ്ചർ വർക്കുകൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മുകളിലും സൈഡിലും ഒരു ഷോവാള് കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ല ഭംഗിയായി തോന്നുന്ന രീതിയിൽ തന്നെയാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3.6 3600 സെന്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ കവേഡ് ആയിട്ടുള്ള കാർ പോർച്ചിലാണ്. ഇവിടെ നമുക്ക് ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ കാർ പോർച്ചിന്റെ ഏരിയയും ബാക്കിയുള്ള സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇതുപോലെ സ്റ്റോൺസ് വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ കാർ ഇവിടെ പാർക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് മറ്റൊരു ചെറിയ കാർ കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി ഒന്ന് പാർക്ക് ചെയ്യാവുന്നതാണ്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ധാരാളം സ്ഥലം കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മുറ്റും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മളിപ്പം ഗേറ്റിനകത്ത് കയറിയിട്ട് വീടിന്റെ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. പകുതി വരെ സ്റ്റോൺസും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള പോർഷൻ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ടൈലിന്റെ ആ ഒരു പോർഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീടിന്റെ കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല രീതിയിൽ വിട്ടിട്ടിട്ടാണ് വീടിന്റെ സൈഡ് ചെയ്തിരിക്കുന്നത്. ക്യാമറ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഒട്ടും കൺജസ്റ്റഡ് അല്ല, നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് സൈഡൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കിച്ചണിന്റെ ബാക്ക് സൈഡിലാണ്. ഇതിലൂടെ നടന്ന് നമ്മളിപ്പോൾ വർക്ക് ഏരിയ സ്പേസിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചെടികളൊക്കെ നടണമെങ്കിലും അത്യാവശ്യം ഒരു വീടാകുമ്പോൾ നമുക്കറിയാം, ഒരു മുളക്, ഒരു കറിവേപ്പ് ഒക്കെ നടാനുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടാനായിട്ട് നമുക്ക് വീടിന് ചുറ്റിനും നല്ല രീതിയിൽ തന്നെ സ്പേസ് കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡിലൂടെ പോയിട്ട് ഇപ്പോൾ നമ്മൾ വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെയാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. വീടിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സറൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി, നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. നമുക്ക് ഈ കാർ പോർച്ചിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മളുടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു കിണറുണ്ട്. ഈ ഭാഗങ്ങളിൽ റെഡ് സോയിലാണ്, നല്ല വാട്ടറാണ് നമുക്ക് കിണറിൽ നിന്ന് കിട്ടുന്നത്. പൈപ്പിന്റെ കണക്ഷൻ നമുക്ക് ഇവിടെ വരെ വന്ന് നിൽക്കുകയാണ്. നമ്മൾ വീട് എടുത്തു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതിന് ഇത് ഓപ്പൺ ചെയ്ത് പൊളിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ ഉണ്ട്. നമുക്ക് എടുക്കണമെങ്കിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് കണക്ഷൻ എടുക്കേണ്ട ഒരു താമസം മാത്രമാണ് ഇനിയുള്ളത്.
ഞാൻ പറഞ്ഞിരുന്നു 3600 സെന്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1600 ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ലൈറ്റ് ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂയിഷ് കളർ വരുന്ന ഒരു ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു 3 ചെയറുകൾ ഇടാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സിറ്റ് ഔട്ടിലെ പില്ലർ നോക്കുവാണെങ്കിൽ കാണാം ടെക്സ്ചർ വർക്ക് തന്നെയാണ്, അതാ കാർപോർച്ചിന്റെ പില്ലർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകളിലൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും വലിയ LED ലൈറ്റുകളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. നേരെ വരുമ്പോൾ നമുക്ക് ഫ്ലോർ നോക്കി കഴിഞ്ഞാൽ കാണാം, വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബ്ലാക്ക് കളർ ഡിസൈൻ അതിനകത്ത് വരുന്നുണ്ട്. നേരെ നോക്കുമ്പോൾ നമുക്കിവിടെ 3 വിൻഡോസ് കാണാം. ഈ ഭാഗത്ത് 3 ഫ്രഞ്ച് മോഡൽ വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡ് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള പെയിന്റിംഗ് ഡിസൈൻ വരുന്ന പെയിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വാർഡ്രോബിനകത്ത് ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെ നമുക്ക് കബോർഡുകളായിട്ട് കൺവെർട്ട് ചെയ്ത ഡോറുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗം ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കിയാലും കാണാം, നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വുഡൻ പോലെ തോന്നിക്കുന്ന വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. അവിടെ ചുറ്റിനും LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ചുറ്റിനും കാണുന്ന ബോർഡറുകളിലെല്ലായിടത്തും വലിയ ടൈപ്പ് LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്നും പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ കാണാം, കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു എൻട്രൻസ് മൾട്ടിവുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നല്ല രീതിയിൽ ഓപ്പൺ ഷെൽഫുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് നമുക്ക് കുറച്ചൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ച് നമുക്ക് അവിടെ ഇന്റീരിയർ ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് നല്ല രീതിയിലൊരു വോളും ഒരു സ്പേസും അവിടെ കിട്ടുന്നുണ്ട്. നേരെ വരുമ്പോൾ കാണുന്ന ഈ ഒരു വോളും കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഭംഗിയുള്ള പെയിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ നേരെ റൂഫിലേക്ക് നോക്കിയാലും കാണാം, നേരത്തെ കണ്ടതുപോലെയുള്ള ആ ഒരു വുഡൻ മോഡൽ വർക്കുകളും റൂഫിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുന്നത്. ഡൈനിങ്ങിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കിയാൽ കാണാം, അവിടെയും നമുക്ക് 2 ഫ്രഞ്ച് മോഡൽ വിൻഡോസ് ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്സ് ഒക്കെ നോക്കിയാൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകൾ ഇട്ടിട്ട് തന്നെയാണ് സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ കാണാം, അവിടെയും കബോർഡുകളായിട്ട് തിരിച്ച് ഡോറുകളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. അവിടെയായിട്ട് തന്നെയാണ് നമുക്ക് വാഷ് ബേസിനും കിട്ടുന്നത്. ജെറയുടെയാണ് യൂണിറ്റ് വരുന്നത്. അതിന് താഴെയുള്ള ഭാഗം കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു നല്ല സ്പേസ് തന്നെയാണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ആ ഒരു സൈഡിലായിട്ട് പെർഗോള മോഡലിൽ ഓപ്പണിംഗ് ചെയ്തിട്ടുണ്ട്. അതിനിടയിലെല്ലാം ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ കാണാം, നമുക്കിവിടെ 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഇതിന്റെ റൂഫിലും നല്ല രീതിയിൽ തന്നെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ആ വുഡൻ മോഡൽ വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെ ഇട്ടിട്ട് റൂഫ് ഭംഗിയാക്കിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചന്റെ ഒരു എൻട്രൻസ് നോക്കിയാലും കാണാം, മൾട്ടിവുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ 2 സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ക്രോക്കറി ഷെൽഫ് നോക്കിയാൽ കാണാം, ഗ്ലാസ് ഡോർ വെച്ചിട്ട് ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് ആക്ച്വലി ഓപ്പൺ കിച്ചൺ എന്ന് കംപ്ലീറ്റ് ആയിട്ട് തീർത്ത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു എൻട്രൻസ് ആണ് നമുക്ക് കിച്ചണിലേക്ക് പോകാനുള്ളത്. വേണമെങ്കിൽ നമുക്ക് അവിടെ ചെറിയൊരു ഡോർ കൊടുത്തിട്ട് അത് ക്ലോസ്ഡ് കിച്ചൺ ആക്കി മാറ്റാവുന്നതേ ഉള്ളൂ. ഈ ഒരു എൻട്രൻസിൽ നല്ല രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ വുഡൻ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കിച്ചൺ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ഫ്ലോറിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഗ്രിപ്പോട് കൂടിയിട്ടുള്ള കുറച്ച് ഭംഗിയുള്ളൊരു ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ഗ്രേ കളർ, ഡാർക്ക് ഗ്രേ കളറിലാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് വെള്ളം വീണാലും നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ആ ഒരു സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറും കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലുമാണ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് നമുക്ക് നേരെ നോക്കുമ്പോൾ കാണാം, സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻസ് ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. കബോർഡുകളുടെയൊക്കെ താഴെ വരുന്ന ഓപ്പൺ സ്പേസിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ റൂഫിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള വർക്ക് കൊടുത്തിട്ട് അതിനകത്ത് 3 വലിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വർക്ക് ഏരിയ അവർ മുകളിൽ റൂഫിംഗ് മാത്രമാണ് ചെയ്തിട്ടിരിക്കുന്നത്. ബാക്കിയുള്ള വർക്കുകളും കൂടെ നമുക്ക് ഇതിന്റെ ബിൽഡറായിട്ട് സംസാരിച്ച് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്ത് തരുന്നതാണ്. ഇവിടുത്തെ ഫ്ലോർ നോക്കിയാലും കാണാൻ കുറച്ച് കളർഫുൾ ആയിട്ട് ടൈലാണ്. ഈ ഏരിയയിലൂടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പാസ് ചെയ്ത് പോയതാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു വീട് ഒരു 3 BHK വീടാണ്. നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള ബെഡ്റൂമുകൾ വന്നിട്ട് മുകളിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഈ സ്റ്റെയർ കേസിനടുത്തായിട്ടാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ്, ഒറ്റ പീസിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x10 13x10 സൈസിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം നല്ല രീതിയിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. മിഡിൽ പോർഷനിലൊക്കെ കളർഫുൾ ആയിട്ടുള്ള പെയിന്റിംഗ് വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബ് തന്നെയാണ്. മൾട്ടിവുഡിൽ വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ്, വുഡ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഈ സൈഡിലായിട്ടാണ്. ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ്. വെള്ളമൊന്നും തെറിച്ച് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സെറയുടെയാണ് വരുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഓപ്പണിങ്സ് കാണാം. നമ്മൾ കടന്നു വന്ന വഴി റൂഫിൽ നോക്കിയാൽ കാണാം നല്ല രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കണ്ടോളൂ. ഒരു വലിയ ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഹാളിന്റെ മുകളിലൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് ഈ ഒരു ഹാളിലാണ്. ഇത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെയാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മൾട്ടിവുഡിൽ ഭംഗിയായിട്ട് ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടാണ് TV യൂണിറ്റ് വെക്കാനുള്ള ആ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൽ നമുക്ക് 2 സൈഡിലായിട്ട് 3 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ബെഡ്റൂം ആണ്. നമ്മൾ വന്നത് ഈ ഒരു ഭാഗത്തു നിന്നും സ്റ്റെപ്പ് കയറിയിട്ടാണ് വന്നത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. അടുത്തടുത്തായിട്ട് കാണുന്ന ഈ 2 റൂമുകൾ ഇവിടുത്തെ 2 ബെഡ്റൂമുകളാണ്. നമുക്ക് ഈ ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഒക്കെ നോക്കുവാണെങ്കിൽ എല്ലാം സെയിം സൈസായിട്ട്, എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ്, ഏറ്റവും വലിയ ബെഡ്റൂം. 14-11 സൈസിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 14-11 ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇവിടെ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കിയാൽ കാണാം പിങ്ക് ഷെയ്ഡിൽ ഒരു ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് നമുക്ക് മൾട്ടിവുഡ് കൊണ്ട് നല്ല രീതിയിൽ തന്നെ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു മിറർ കൂടി അറ്റാച്ച് ചെയ്ത് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. വൈറ്റ് ആൻഡ് ഒരു ബ്രൗണിഷ് വുഡ് കളറിന്റെ ഒരു കോമ്പിനേഷനിലാണ് അത് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് ടൈലുകളുടെ ഒക്കെ കളർ വരുന്നത്. ഫിറ്റിംഗ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, സെറയുടെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടതിന് ശേഷം ഈ കാണുന്ന ബെഡ്റൂമിന്റെ തൊട്ടടുത്തായിട്ടാണ് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും തന്നെ നല്ല സൈസിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 15-9 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 15-9 ഫീറ്റ് ആണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ കാണാം ബോർഡർ ലൈനുകളെല്ലാം ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് റൂഫിൽ വരുന്നത്. ആവശ്യത്തിന് മാത്രം LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് കാണാം. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വുഡ് കളറാണ് ഇവിടെ വരുന്നത്. വൈറ്റ് കോമ്പിനേഷൻ ആണ്. ഇതിനോടൊപ്പം നമുക്ക് മിറർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇതിനകത്ത് ടൈല് നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് തന്നെയാണ്. പക്ഷെ കുറച്ച് ഡിസൈൻ ഒക്കെ വരുന്ന ടൈപ്പ് ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി കാണാനായിട്ട് ഇവിടുത്തെ ബാൽക്കണി ഉണ്ട്. അതുകൂടാതെ നമുക്ക് യൂട്ടിലിറ്റി ഏരിയ ആണ്. ഈ കാണുന്ന ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. വളരെ വലിയ ഒരു ഏരിയ തന്നെ നമുക്ക് യൂട്ടിലിറ്റിക്കായിട്ട് കിട്ടുന്നുണ്ട്. ഫ്ലോർ ഒക്കെ ആ ഒരു ഗ്രിപ്പോട് കൂടിയ വുഡൻ ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തെല്ലാം ഷീറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പ് ഫിറ്റിംഗ്സും വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈൻ എല്ലാം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. തിരിച്ച് നമ്മൾ ഈ ഹാളിലേക്ക് കയറി ഇവിടെ നിന്നാണ് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ഡോറ് വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിനൊരു വലിയ ബാൽക്കണി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് അകത്തെല്ലാം ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കിയാലും കാണാം LED സ്ട്രിപ്പുകൾ കൊണ്ടുള്ള കുറച്ച് വർക്കുകളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്.
ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എറണാകുളം ജില്ലയിൽ ആലുവ പൂക്കാട്ടുപടി റൂട്ടിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മെയിൻ റോഡിൽ നിന്നും വെറും 200 മീറ്റർ, വെറും വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ കാണുന്ന വീട്ടിലുള്ളത്. 8 വില്ലകളോളം വരുന്നൊരു വില്ല പ്രൊജക്ടിനകത്ത് 7 വീടുകളും സെയിലായി. ഈ ഒരു വീട് മാത്രമാണ് ഇത് സെയിലായിട്ടുള്ളത്. ഇതാണ് ലാസ്റ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത വീട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, റോഡിന് വളരെ അടുത്താണ്, എല്ലായിടത്തേക്കും എളുപ്പം എത്തിപ്പെടാം. ഈ കാണുന്ന വീട് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഓണർ പറയുന്ന പ്രൈസുമായിട്ട് യാതൊന്നും ഹൈക്ക് ചെയ്ത് പറയുക ഒന്നും ചെയ്യുന്നില്ല. ഇതിന്റെ ബിൽഡർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് നെഗോസിയേഷൻസ് എല്ലാം സംസാരിക്കുന്നത് ഇതിന്റെ ബിൽഡറായിട്ട് മാത്രമായിരിക്കും. തീർച്ചയായും നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടാവും. ആ ഫൈനൽ വരുന്ന ആ ഒരു എമൗണ്ടിനകത്ത് നമുക്ക് മാർബിൾ ഹോംസിന്റെ ഒരു ചെറിയ ഡിസ്കൗണ്ട് കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ലൊരു റേറ്റിലേക്ക് കാണുന്ന വീടുകളെല്ലാം ലോണിലും സ്വന്തമാക്കാവുന്നതാണ്. ലോണുകളും മറ്റ് പേപ്പർ വർക്ക്സുകളും ഒക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹെൽപ്പും ഞങ്ങളുടെ അഡ്വക്കേറ്റിന്റെ ഹെൽപ്പും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് 3600 സെന്റിലാണ്. 3.6 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1600 സ്ക്വയർ ഫീറ്റ് ആണ്. 1600 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇതൊരു 3 ബെഡ്റൂം ഹൗസ് ആണ്. 3 BHK ഹൗസ് ആണ്. നമുക്ക് ഇവിടെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്, പൈപ്പ് വെള്ളം കൂടെ നമുക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഭംഗിയുള്ള വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് വെറും 65 ലക്ഷം രൂപയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ബിൽഡറുമായിട്ട് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് വാങ്ങിക്കാവുന്നതാണ്. 65 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് വീടെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനി ഒട്ടും വൈകണ്ട. നമ്പറുകൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അടുത്ത വീഡിയോയുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.